ആദ്യം നടക്കാൻ തുടങ്ങിയതിന് ശേഷം നമ്മൾ ആദ്യമായിട്ട് അവനെയും കൊണ്ട് പുറത്തേക്ക് പോവാണ്, അതായത് മോളിലേക്ക് പോവാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ പെരിങ്ങലത്തൂർ ടൗണിൽ അങ്ങനെയൊക്കെയല്ലേ പോവാറുള്ളൂ. അവൻ ഇതുവരെ പുറത്തേക്ക് ഇറക്കി അങ്ങനെ നടത്തിച്ചിട്ടില്ല കൈ പിടിക്കാണ്ട്. അപ്പോൾ ഇവനെ സപ്പോർട്ടൊന്നും കൂടാതെ നടക്കാൻ തുടങ്ങിയതിന് ശേഷം ഇങ്ങനെ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ എയർപോർട്ട് മോളിലേക്കാണ് പോകുന്നത്. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുകയാണ്. ആദ്യമായിട്ടാണ് നമ്മൾ ബസ്സിൽ മോളിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ട്രെയിനിനാണ് പോവുക. ട്രെയിൻ ഈ ടൈമിൽ ഇല്ലാത്തതുകൊണ്ട് ബസ്സിൽ കയറി. ബസ് സ്റ്റോപ്പിൽ പോയപ്പോൾ എയർപോർട്ട് ലോ ഫ്ലോർ ബസ് കണ്ടു. അപ്പം നമ്മൾ സ്റ്റേഷൻ്റെ പുറത്താണ് നിർത്തുന്നത്, പക്ഷേ ഇത് എയർപോർട്ടിൻ്റെ അകത്ത് വരെ പോകുന്ന ബസ്സായിരുന്നു. അതാണ് എയറോ ഹബ്ബ് മാള് വരുന്നത്. അപ്പോൾ നമ്മൾ എയർപോർട്ടിൻ്റെ അടുത്ത് ഇറങ്ങിയിട്ട് ക്രോസ് ചെയ്യണം. ഇവിടുന്ന് എപ്പോഴും ബസ്സുണ്ട്, തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ലോ ഫ്ലോർ ഉണ്ട് അകത്തേക്കുള്ളത്. അത് ഭയങ്കര അടിപൊളിയാണ്. അല്ലെങ്കിൽ നമ്മൾ ഇറങ്ങി ഇപ്പോൾ ക്രോസ് ചെയ്തിട്ടൊക്കെ വരണ്ടേ. അപ്പോൾ നമ്മൾ മോളിലെത്തിയപ്പോൾ അവിടെ എന്തോ ബുക്കിൻ്റെ ഫെസ്റ്റ് നടക്കുന്നത്. എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഹാൻഡ് ബുക്കിൻ്റെ സെയിലിംഗ് ആണെന്ന് തോന്നുന്നു. കുറേ കുട്ടിയൊക്കെ പറ്റിയ അടിപൊളി വെറൈറ്റീസ് ബുക്സ് ഒക്കെ ഉണ്ടായിരുന്നു. ചിലതൊക്കെ ഇങ്ങനെ പാച്ചൊക്കെ അങ്ങനെ ചെറിയ ഡാമേജ് ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഹാൻഡ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ആദ്യമൊക്കെ അതും ഇങ്ങനെ കൈ പിടിച്ചിട്ടൊക്കെ നടക്കുന്നത്. പിന്നെ അവൻ ഒറ്റയ്ക്ക് എസ്കലേറ്റർ കയറണം, അങ്ങനെയൊക്കെ ആയി. പിന്നെ നോക്കുമ്പോൾ ഒരു സപ്പോർട്ടും ഇല്ല, ആരും കൈയൊന്നും പിടിക്കേണ്ട, ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു പോവുക. പിന്നെ ഫൺ ടൂറായി ഗെയിം ഏരിയയിലൊക്കെ നമ്മൾ പോകാറുണ്ടെങ്കിൽ അവന് വലിയ താല്പര്യം കാണാറില്ല. കഴിഞ്ഞ പ്രാവശ്യം പോയാലാണ് അവന് ഈ ചെറിയ സാധനങ്ങളൊക്കെ ഇരിക്കാനൊക്കെ തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ ഇന്നാണെങ്കിൽ പോയപ്പോൾ തൊട്ട് ഫുൾ എല്ലാത്തിലും കയറാനും അത് തിരിക്കാനും ഒക്കെയുള്ള ഭയങ്കരമായ ആഗ്രഹത്തിലാണ്. പിന്നെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ടൊന്നും യൂസ് ചെയ്തിട്ടില്ല, കാരണം കുഞ്ഞു മോനല്ലേ, അപ്പോൾ അതൊന്നും ആയിട്ടില്ല. അതുകൊണ്ടെല്ലാം അവനെ കാണിച്ചു കൊടുത്തു. പിന്നെ എല്ലാം കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നോക്കുന്നുണ്ട്. പിന്നെ അവനെ എടുക്കുമ്പോൾ തീരെ പിടിക്കുന്നില്ല. പിന്നെ ഈ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ നമ്മൾ ഈ ചെറിയൊരു ടോയ് കാറിൽ ഇങ്ങനെ ഇരുത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് ഫുള്ള് ഭയങ്കരമായിട്ട് ഡ്രൈവ് ചെയ്യുന്നൊക്കെ ഉണ്ട്, ഓണൊക്കെ അടിക്കുന്നുണ്ട്. പിന്നെ അതിനകത്ത് നിന്ന് വരുന്നേ ഇല്ലായിരുന്നു. എല്ലാവരും നോക്കി ചിരിക്കുന്നുണ്ട്. നമ്മളാണെങ്കിൽ ഇവനെ എടുത്തിട്ട് വരുന്നേ ഇല്ല. പിന്നെ ഞാൻ കുട്ടാനോട് പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങൾ എടുത്തിട്ട് പോവാം, അല്ലെങ്കിൽ ഇവൻ വരുവേ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ എടുത്തിട്ട് പോയി. പിന്നെ ആദ്യത്തെ പോലെയല്ലല്ലോ, പണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അനങ്ങാണ്ടിരുന്നോളും. ഇപ്പോൾ കൈവിട്ടിട്ട് ഒരേ ഓട്ടമാണ് നടക്കാൻ തുടങ്ങിയതിന് ശേഷം. അങ്ങനെ പിന്നെയും നടത്തം എടുക്കാനേ വിട്ടിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് തിരിച്ചു പോരാൻ നേരം വരുന്നേ ഇല്ല. പിന്നെ ഞാൻ എടുത്തിട്ടൊക്കെ വരുമ്പോൾ കരച്ചിലായിരുന്നു. പിന്നെ അവന് ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് കുറച്ച് ഓക്കെ ആക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ മോളിൽ നിന്ന് ഇറങ്ങുവാണ്. ഏകദേശം ഈവനിങ് ആയി. നോക്കുമ്പോൾ നല്ല മഴക്കാരനായിരുന്നു. പുറത്തിറങ്ങിയപ്പോൾ ഇത് കണ്ടോ, ആകാശമൊക്കെ ഇങ്ങനെ ഇരുണ്ടിട്ട്. പിന്നെ നമുക്ക് പേടിക്കാൻ കുടയൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ വേഗം തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. അവിടെ നിന്ന് ട്രെയിൻ കയറി വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഈ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ.